എല്ലാവർക്കും നമസ്കാരം. മഴ വളരെ ശക്തിയാർജിച്ച് പെയ്യുന്ന സമയങ്ങളിൽ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? പ്രധാനമായിട്ടും ഈ പഴകിയ കെട്ടിടങ്ങൾ വീഴുക, മതിലുകൾ വീഴുക, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ മതിലുകളൊക്കെ വീണ് സ്കൂൾ കുട്ടികൾ വരെ മരണപ്പെട്ട സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ ഒരു വശത്തെ മതിലിൻ്റെ ഒരു പാർട്ട് ഇടിഞ്ഞു വീണു. ഒരു 2 ദിവസം മുൻപ്. ആരും അത് വാർത്തയാക്കിയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് ഏത് വശത്തെ മതിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എത്തണേക്കാളും മുന്നേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മതിൽ തുടങ്ങണതിൻ്റെ അവിടെ പാലസ് അവന്യൂ ഫസ്റ്റ് ലൈൻ റോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് എഴുതി വെച്ചാൽ റോഡ് ഇത് കാണാം. ആ വഴി കൂടെ പോകുമ്പോൾ അവിടെയുള്ള താലൂക്ക് ആശുപത്രിയുടെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഇത് വലിയ അപകടം ക്ഷണിച്ചു വരുത്തിയാണ്. കാരണം ഈ മതിലിൻ്റെ തൊട്ട് സൈഡിലാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. കാരണം രാത്രി സമയങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ പാർക്കിംഗ് ഇല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഗേറ്റൊന്നും അങ്ങനെ തുറക്കാറില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാഹനങ്ങളൊക്കെ ഈ റോഡിൻ്റെ അവിടേക്കാണ് കൊണ്ട് നിർത്തിയിടുന്നത്. സ്വാഭാവികമായിട്ടും ഈ മതിൽ റോട്ടിലേക്ക് വീണെങ്കിൽ ഈ കാറിൻ്റെ മേലൊക്കെ വീഴും. വലിയൊരു അപകടവും ദുരന്തമായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ മതിൽ അകത്തേക്ക് വീണു. ഇപ്പോഴും അതിൻ്റെ ഒരു പാർട്ട് ഇങ്ങനെ എയറിലാണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മതിൽ അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ മുൻ വാർഡ് കൗൺസിലർ VJ ജോജി തുടങ്ങിയവർ ഉൾപ്പെടെ ഇപ്പോഴത്തെ കൗൺസിലർ എല്ലാവരും ഈ സാധനം പൊളിച്ച് മാറ്റണം, ഇവിടെ പുതിയത് പണിയണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ട സംഭവമാണ്. ആരും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനോ സംഭവങ്ങളില്ല. ആരാണിത് ചെയ്യേണ്ടത്? ഇത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന അതിൻ്റെ പിറകിലുള്ളൊരു മതിൽ, അതും ഏകദേശം അപകടാവസ്ഥയിലാണ്. പോസ്റ്റ്മോർട്ടം നടത്തുന്ന സ്ഥലത്തേക്ക് മൃതദേഹങ്ങളുമായിട്ട് വരുന്ന അവിടെ ഒരു എന്താ പറയുക, ഒരു ചെളിത്തുരുത്തണത്. ആ മൃതദേഹം അങ്ങോട്ട് ഈ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മോർച്ചറിയിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കഴിയുന്നറിയോ? ഈ സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനമായിട്ട് ഓടി വരുന്ന ഒരാളാണ് ആര്? നമ്മുടെ ഇപ്പോഴത്തെ കൗൺസിലറുടെ മകൻ, മേഴ്സി ടീച്ചറുടെ മകൻ. അവനാണ് ഓടി വരുന്നത്. അവനെ ഈ ചെളിത്തുരുത്ത് ഒഴിവാക്കാൻ വേണ്ടി നടക്കുന്ന ആളാണോ? ഇതൊക്കെ ഇതൊക്കെ ശരിയാക്കേണ്ടത്? ഒരു മതിൽ വീണു, മറ്റൊരു മതിൽ വീഴാൻ നിൽക്കുന്നു. ഇതാണ്ട് ഗവൺമെൻറ് ആശുപത്രിയുടെ പരിസരത്തുള്ള സംഭവം. ആരാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്? ആളുകളുടെ മേക്കത്തേക്ക് ഈ മതിൽ വീഴാൻ വേണ്ടി കാത്തുക്കാണോ? ഇനി ഇതുപോലെ തന്നെ മറ്റൊരു മതിലുണ്ട്. ഞാൻ തന്നെ എത്ര പ്രാവശ്യം അതിൻ്റെ പിന്നാലെ വേണ്ടെന്ന് അറിയോ? നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പിറകിൽ ആ പറക്കാട്ട് ലോഡ്ജൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അവിടെ നിന്ന് പോകണ ഒരു മതിലുണ്ട്. എന്താ അവൻ്റെ നിപ്പ്? ഞാനോടാ നീയോടാന്ന് ചോദിച്ചിട്ടാണ് ഈ മതിൽ നിൽക്കണത്. ഈ മതിൽ ഒരു തവണ ഞാൻ ഒരു കൗൺസിലറായിട്ട് സംസാരിച്ച് പറഞ്ഞു, ഒരു തവണ ഇത് വീണിട്ടത് അങ്ങനെ തന്നെ എടുത്തു വെച്ചു. എന്തൊരു കഷ്ടം നോക്കി. ആ ഭാഗത്തോടെ എത്രയോ ആളുകൾ പോകുന്നതാണ്, എത്രയോ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നതാണ്. നിരന്തരമായിട്ട് അവിടെയുള്ള റെസിഡൻസ് അസോസിയേഷനിലെ ആളുകൾ പരാതിപ്പെട്ടിട്ടും ഇതുവരെ KSRTCക്ക് അതിൽ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനായിട്ട് സാധിച്ചിട്ടില്ലെന്ന്. മന്ത്രി ഗണേഷ് കുമാറിൻ്റെ അടുത്തേക്ക് ഇതുമായി വിഷയങ്ങൾ കടന്നുണ്ടായിരുന്നു. ഊരിടവ് സംഗതിയില്ല. ഇങ്ങനെ ഭീഷണിയായിട്ട് എന്തിനാണ് ഈ ഗവൺമെൻറ് ഓഫീസുകളുടെയും ആശുപത്രികളുടെയൊക്കെ കെട്ടിടങ്ങൾ നിർത്തണമെന്നുള്ള അറിയില്ല. മതിലുകൾ വീഴാറായിട്ട് നിൽക്കുന്ന 2 സ്പോട്ടുകളാണ് ഞാൻ പറഞ്ഞത്. അതിൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലുള്ള ഈ മതിൽ, ഇവർ ഈ KSRTC സംവിധാനം ഇത് വളരെ ലാഘവമില്ലാത്ത രീതിയിലാണ് കാണുന്നത്. ഇത് മറിഞ്ഞു വീഴാൻ എല്ലാവിധ സാധ്യതകളുണ്ട്. നിങ്ങൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചോ. ചാലക്കുടി നഗരസഭാ സംവിധാനം MLA സനീഷ് കുമാർ ജോസഫ് ഈ വിഷയത്തിൽ ഇടപെടണം. മഴ വളരെ ശക്തിയായിട്ട് പെയ്ത് ഈ സാധനം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ തദ്ദേശഭരണ സംവിധാനങ്ങൾക്കായിരിക്കും. അതുപോലെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സംഭവം എന്താണ്? ഈ മോർച്ചറിയുടെ ഫ്രണ്ടിൽ നടക്കുന്ന ചെളിപ്പഴത്തിൻ്റെ പ്രശ്നം തെറ്റ് അത് ഉണ്ടാക്കിയ സമയത്ത് ചിന്തിക്കണം. അവിടെ നിന്ന് വെള്ളം മുഴുവനും വന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ കെട്ടി കിടക്കുക. അങ്ങനെ ആണോ അതിൻ്റെ ബിൽഡിംഗ് നിർമ്മാണം കൊണ്ടുപോകേണ്ടിരുന്നത്? അതിൻ്റെ പിറകിലുള്ള മതിലിൻ്റെ സ്ഥിതിയും ഇത് തന്നെ. ഒരു മതിൽ വീണു, അതിൻ്റെ ഒരു പാർട്ട് തള്ളി നിൽക്കുന്നു. എന്താണ് ഈ സംഭവം? നമ്മുടെ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രാഥമിക ചില കാര്യങ്ങളിൽ പോലും ഇടപെടാൻ കൗൺസിലർമാർ പോലും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും യാതൊന്നും ചെയ്യാതെ ഈ സാധനം വീഴാൻ വേണ്ടി കാത്തുനിൽക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സംഭവങ്ങളാണെന്ന് മാത്രമാണ് പറയാനുള്ളത്.